അന്താരാഷ്ട്ര പ്രതിരോധ രംഗത്ത് നിന്നും വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പാകിസ്ഥാനും സൗദി അറേബ്യയും തമ്മിൽ പുതിയൊരു ജെറ്റ് ഫോർ ലോൺ ഡീലിനെ കുറിച്ച് ചർച്ചകൾ നടക്കുന്നു എന്നാണ് ലേറ്റസ്റ്റ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സാധാരണഗതിയിൽ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന് കടം കൊടുത്താൽ അത് പണമായിട്ടാണ് തിരിച്ചു ചോദിക്കാറുള്ളത്. എന്നാൽ ഇവിടെ കഥ മാറുകയാണ്. അതായത് പാകിസ്ഥാൻ സൗദിയിൽ നിന്ന് വാങ്ങിയ ഏകദേശം 2 ബില്യൺ 200 കോടി ഡോളറിന്റെ കടം തിരിച്ചടയ്ക്കുന്നതിന് പകരം ആ തുകയ്ക്ക് തുല്യമായ JF-17 തണ്ടർ ഫൈറ്റർ ജെറ്റ്സ് സൗദിക്ക് നൽകാൻ ഇരു രാജ്യങ്ങളും പ്ലാൻ ചെയ്യുന്നു. കേൾക്കുമ്പോൾ സിമ്പിളായി തോന്നുമെങ്കിലും ഇതിന് പിന്നിൽ വലിയ ജിയോ പൊളിറ്റിക്കൽ തന്ത്രങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റം സംഭവിച്ചത്? ഇതിന് പിന്നിലെ പൊളിറ്റിക്സും ഡിഫൻസ് സ്ട്രാറ്റജിയും എന്താണ്? നമുക്ക് വിശദമായി പരിശോധിക്കാം. നമുക്കറിയാം, പാകിസ്ഥാൻ ഇപ്പോൾ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന്. വിദേശ നാണ്യ ശേഖരം കുറഞ്ഞതും പണപ്പെരുപ്പവും അവരെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ഈ സമയത്താണ് സൗദി അറേബ്യയിൽ നിന്ന് വാങ്ങിയ 2 ബില്യൺ ഡോളറിന്റെ ലോൺ തിരിച്ചടയ്ക്കാനുള്ള കാലാവധി വരുന്നത്. ഈ സാഹചര്യത്തിലാണ് സൗദിയിൽ നിന്നുള്ള കടം തിരിച്ചടയ്ക്കാൻ ഒരു ഇന്നോവേറ്റീവ് ഐഡിയ പാകിസ്ഥാൻ മുന്നോട്ട് വെച്ചത്. കയ്യിൽ പണമില്ലാത്ത സാഹചര്യത്തിൽ പാകിസ്ഥാൻ മുന്നോട്ട് വെച്ച ഐഡിയയാണ് ഡിഫൻസ് സ്വാപ്പ് എന്ന് പറയുന്നത്. അതായത്, ഞങ്ങൾ നിങ്ങൾക്ക് ആധുനികമായ യുദ്ധവിമാനങ്ങൾ തരാം, പകരം ഞങ്ങളുടെ കടം നിങ്ങൾ എഴുതിത്തള്ളണം. ഈ ചർച്ചകൾക്കായി പാകിസ്ഥാൻ എയർ ചീഫ് മാർഷൽ സഹീർ അഹമ്മദ് ബാബർ റിയാദിലെത്തി സൗദി പ്രതിരോധ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തി കഴിഞ്ഞു. ഈ സന്ദർശനത്തിലാണ് JF-17 ബ്ലോക്ക് 3 വിമാനങ്ങളെക്കുറിച്ചുള്ള സീരിയസ് ആയിട്ടുള്ള ചർച്ചകൾ നടന്നത്. കേവലം ഒരു ലോൺ സെറ്റിൽമെന്റ് മാത്രമല്ല ഇത്. മൊത്തം 4 ബില്യൺ ഡോളറിന്റെ ഒരു വമ്പൻ ഡീലിനാണ് സാധ്യത കാണുന്നത്. അതിൽ 2 ബില്യൺ ഡോളർ പഴയ കടമായി അഡ്ജസ്റ്റ് ചെയ്യും. ബാക്കി തുക പുതിയ എക്യുപ്മെന്റ്സിനും അതുപോലെ ട്രെയിനിങ്ങിനുമായി സൗദി ചിലവഴിക്കും. ഇവിടെ ഒരു ചോദ്യം വരാം. ലോകത്തിലെ ഏറ്റവും വലിയ ആയുധ ഇറക്കുമതിക്കാരായ സൗദി അറേബ്യ എന്തിനാണ് പാകിസ്ഥാന്റെ വിമാനങ്ങൾ വാങ്ങുന്നത്? എന്തുകൊണ്ടാണ് സൗദി അറേബ്യ പെട്ടെന്ന് ഈ പാകിസ്ഥാൻ ചൈന വിമാനങ്ങളിൽ താല്പര്യം കാണിക്കുന്നത്? ഇതിന് പിന്നിൽ 3 പ്രധാന കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത്, മിഡിൽ ഈസ്റ്റിൽ അമേരിക്കയുടെ ദീർഘകാല സഹായങ്ങളിൽ സൗദിക്ക് ഇപ്പോൾ പഴയതുപോലെ അത്ര വിശ്വാസമില്ല. എന്നാൽ ഇപ്പോൾ US ഗവൺമെന്റിന്റെ പോളിസികളിൽ മാറ്റവും വരുന്നുണ്ട്. മിഡിൽ ഈസ്റ്റിൽ നിന്ന് അമേരിക്ക പതിയെ പിൻവാങ്ങുന്നു എന്നൊരു തോന്നൽ സൗദിക്കുണ്ട്. ഇതൊക്കെ കൊണ്ട് തന്നെ തങ്ങളുടെ സെക്യൂരിറ്റി പാർട്ട്ണർഷിപ്സ് സൗദി വിപുലീകരിക്കുകയാണ്. അടുത്ത കാരണം എന്ന് പറയുന്നത് ലാഭമാണ്. അതായത്, അമേരിക്കൻ വിമാനങ്ങളായ F-15 അല്ലെങ്കിൽ F-35 വാങ്ങുന്നതിനെ അപേക്ഷിച്ച് വളരെ ലാഭകരമാണ് ചൈനീസ് പാകിസ്ഥാൻ സംയുക്ത സംരംഭമായ ഈ JF-17. പ്രത്യേകിച്ച് ഇതിന്റെ പുതിയ വേർഷനായ ബ്ലോക്ക് 3 ആധുനിക റേഡാർ സിസ്റ്റങ്ങളും മിസൈലുകളും ഒക്കെ ഉള്ളതാണ്. മാത്രമല്ല, കഴിഞ്ഞ വർഷങ്ങളിൽ നടന്ന അതിർത്തി തർക്കങ്ങളിൽ പാകിസ്ഥാൻ ഈ വിമാനങ്ങൾ വിജയകരമായി ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു കോംബാറ്റ് ടെസ്റ്റഡ് വിമാനമാണെന്ന് സൗദി കരുതുന്നു. പിന്നെയുള്ള റീസൺ എന്ന് പറയുന്നത്, സൗദിക്ക് അവരുടെ സ്വന്തം മണ്ണിൽ ആയുധങ്ങൾ നിർമ്മിക്കണം എന്നൊരു ലക്ഷ്യമുണ്ട്. അതാണ് അവരുടെ വിഷൻ 2030 എന്ന് പറയുന്നത്. പാകിസ്ഥാൻ ടെക്നോളജി ഷെയർ ചെയ്യാൻ തയ്യാറാണെങ്കിൽ സൗദിക്ക് അതൊരു വലിയ ലാഭമായിരിക്കും. ഇനി സൗദി മാത്രമല്ല, ബംഗ്ലാദേശ്, ലിബിയ തുടങ്ങിയ രാജ്യങ്ങളും ഈ വിമാനങ്ങളിൽ വലിയ താല്പര്യം കാണിക്കുന്നുണ്ട് എന്നത് പാകിസ്ഥാന്റെ ഡിഫൻസ് ഇൻഡസ്ട്രിക്ക് വലിയൊരു ബൂസ്റ്റാണ്. നമുക്ക് ഈ വിമാനത്തെക്കുറിച്ചൊന്ന് നോക്കാം. ഇനി പാകിസ്ഥാൻ എയറോനോട്ടിക്കൽ കോംപ്ലക്സും ചൈനയുടെ ഷാങ്ഡു എയർക്രാഫ്റ്റ് ഇൻഡസ്ട്രിയും ചേർന്നാണ് ഇത് നിർമ്മിക്കുന്നത്. ഒരു 4.5 ജനറേഷൻ ഫൈറ്റർ ജെറ്റ് ആണിത്. ഇതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ആക്റ്റീവ് ഇലക്ട്രോണിക്കലി സ്കാൻഡ് എറേ AESA റേഡാർ, അതായത് ശത്രുക്കളുടെ നീക്കം ദൂരത്ത് നിന്ന് തന്നെ കണ്ടെത്താൻ ഈ ഒരു റേഡാറിന് സാധിക്കും. പിന്നെ അഡ്വാൻസ്ഡ് വെപ്പൺസ് ഇതിലുണ്ട്. അതായത് ചൈനയുടെ ഏറ്റവും പുതിയ PL-15 മിസൈലുകൾ വരെ ഇതിൽ ഘടിപ്പിക്കാം. പിന്നെ മെയിൻ ആയിട്ടുള്ളത് അഫോർഡബിലിറ്റി ആണ്. കുറഞ്ഞ ചിലവിൽ കൂടുതൽ വിമാനങ്ങൾ ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നത് ഏതൊരു വ്യോമസേനയ്ക്കും പ്ലസ് പോയിന്റ് ആണ്. ഇനി നമുക്ക് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കാം. സൗദി പാകിസ്ഥാന്റെ വിമാനങ്ങൾ വാങ്ങുന്നത് ഇന്ത്യ ശ്രദ്ധാപൂർവം നിരീക്ഷിക്കുന്നുണ്ടാകും. കാരണം സൗദിയുമായി ഇന്ത്യക്ക് വളരെ അടുത്ത ബന്ധമാണുള്ളത്. എങ്കിലും സൗദി അവരുടെ സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകുന്നത് കൊണ്ട് ഇത്തരം പ്രതിരോധ ഇടപാടുകൾ സ്വാഭാവികമാണ്. മറ്റൊരു വശം, തുർക്കിയുടെ ഖാൻ ഫൈറ്റർ ജെറ്റ്, ഈ പ്രോഗ്രാമിലും സൗദിക്ക് താല്പര്യമുണ്ട്. അപ്പോൾ ഒരേ സമയം ചൈനീസ് പാകിസ്ഥാൻ വിമാനങ്ങളും ഒപ്പം തുർക്കി വിമാനങ്ങളും വാങ്ങി അമേരിക്കയുടെ മേലുള്ള അമിത ഡിപ്പെൻഡൻസി ഇത് കുറയ്ക്കാനാണ് സൗദിയുടെ നീക്കമെന്ന് ചുരുക്കം. എന്തായാലും ഈ ഒരു ഡീൽ നടപ്പിലായാൽ അത് മേഖലയിലെ സൈനിക സമവാക്യങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്തും. സൗദിയും പാകിസ്ഥാനും തമ്മിലുള്ള മ്യൂച്വൽ ഡിഫൻസ് പാക്ട് ഇതിനകം തന്നെ ലോകശ്രദ്ധ നേടിയിട്ടുണ്ട്. ഒരാൾക്കെതിരെ ആക്രമണം ഉണ്ടായാൽ അത് 2 പേർക്കും എതിരെയുള്ള ആക്രമണമായി കണക്കാക്കും എന്നതാണ് ഈ ഒരു കരാറിന്റെ കാതൽ. ഇതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ ഈ വിമാന ഇടപാടും വരുന്നത്. എന്നാൽ പാകിസ്ഥാൻ ചൈനീസ് ടെക്നോളജി ഉപയോഗിക്കുന്നതിനാൽ അമേരിക്കയുടെ പ്രതികരണം എന്തായിരിക്കുമെന്ന് കണ്ടറിയണം. പ്രത്യേകിച്ച് സൗദി F-35 വിമാനങ്ങൾക്കായി കാത്തിരിക്കുന്ന ഈ ഒരു സമയത്ത്. അപ്പോൾ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. പാകിസ്ഥാന്റെ ഈ പുതിയ ബിസിനസ് സ്ട്രാറ്റജി വിജയിക്കുമോ? കടം വീട്ടാൻ വിമാനങ്ങൾ നൽകുന്ന ഈ രീതി മറ്റു രാജ്യങ്ങളും പിന്തുടരുമോ എന്നൊക്കെ കണ്ടറിയണം. ചുരുക്കത്തിൽ പാകിസ്ഥാൻ ഇതൊരു ഡബിൾ വിൻ തന്നെയാണ്.
ഒന്ന്, വലിയൊരു സാമ്പത്തിക ബാധ്യത ഒഴിവായി കിട്ടും. 2, തങ്ങളുടെ ആയുധ വിപണി അന്താരാഷ്ട്ര തലത്തിൽ കൂടുതൽ സജീവമാകും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.